ഹിസ്റ്ററിയിലെ മോഡേൺ ഹിസ്റ്ററിയിലെ 10ാമത്തെ ക്ലാസ്സിന്റെ കണ്ടിന്യൂഷൻ ആണ്. അത് ജസ്റ്റ് ഒന്ന് കട്ടായിരുന്നു. അപ്പൊ അതിന്റെ ബാക്കി ഇതുവരെ നമ്മൾ ആണ് പറഞ്ഞത്. അതിന്റെ ഫസ്റ്റ് പാർട്ടിൽ 10ാമത്തെ ക്ലാസ് തന്നെ സെക്കൻഡ് പാർട്ടിലായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങളാണ് എന്ത് മുസ്ലിം ലീഗിന്റെ റിയാക്ഷൻ ആ റിപ്പോർട്ടിനെതിരെയുള്ള. മുസ്ലിം ലീഗ് എന്ത് ചെയ്യുന്നുണ്ട്, ഈ നമ്മൾ പറഞ്ഞു നെഹ്റു റിപ്പോർട്ട് വരുന്നത്, മുസ്ലിം ലീഗ് എന്ത് റിയാക്ട് ചെയ്യുന്നത്, ഒരു 4 പ്രപ്പോസൽ അവർ എക്സ്ട്രാ മുന്നോട്ട് വെക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ജോയിന്റ് ഇലക്ടറേറ്റ് വേണം, 1/3 റെപ്രസെന്റേഷൻ മുസ്ലിംസിന് കൊടുക്കണം സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ, അപ്പോൾ തന്നെ 3 മുസ്ലിം മെജോറിറ്റി പ്രൊവിൻസ് ഉണ്ടാക്കണം, അപ്പോൾ തന്നെ എന്ത് മുസ്ലിം റെപ്രസെന്റേഷൻ മുസ്ലിംസ് പഞ്ചാബും എന്ത് ചെയ്യണം അവരുടെ പോപ്പുലേഷന്റെ ബേസിലായിരിക്കണം എന്നുള്ള കുറച്ച് പ്രപ്പോസൽസ് ഒക്കെ മുന്നോട്ട് വെക്കുന്നുണ്ട്. അത് ചെയ്യുന്നുണ്ട്, അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് മദ്രാസ് കോൺഗ്രസ് എന്ന് അറിഞ്ഞിരിക്കുക. അതേ സമയത്ത് ജിന്നന്റെ ഒരു 14 പോയിന്റ്സ് വരും 929. അദ്ദേഹം റെസിഡ്യൂൽ പവേഴ്സ് പ്രൊവിൻസിന് കൊടുക്കണം, അതുപോലെ തന്നെ ഫെഡറൽ കോൺസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കണം, പ്രൊവിൻഷ്യൽ ഓട്ടോണമി ആയിരിക്കണം, നോ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ഉണ്ടാവാൻ പാടില്ല വിത്തൗട്ട് കൺകറൻസ്, അത്തരം കാര്യങ്ങളൊക്കെ മുന്നോട്ട് വെക്കുന്നുണ്ട്. അത് പാസ് ആവുന്നില്ല എന്ന് അറിഞ്ഞിരിക്കുക ജിന്നന്റെ 14 പോയിന്റ്. ഓക്കെ, പിന്നെ ഈ സമയത്താണ് 928 കൽക്കത്ത സെഷൻ ഉണ്ടായിരിക്കുന്നത്. അത് നെഹ്റു റിപ്പോർട്ട് അപ്രൂവ് ചെയ്യുന്ന ഈ സെഷനിലാണ്. പക്ഷേ യങ് ലീഡേഴ്സ് ആയിട്ടുള്ള സുഭാഷ് ചന്ദ്രബോസ്, ജവഹർലാൽ നെഹ്റു തുടങ്ങിയ ആളുകളൊന്നും ചെയ്യുന്നില്ല, അത് ഡിസാറ്റിസ്ഫാക്ഷൻ അറിയിക്കുന്നുണ്ട്. കാരണം ഡൊമീനിയൻ സ്റ്റാറ്റസ് അല്ല നമുക്ക് വേണ്ടത് എന്നുള്ള രീതിയിൽ അവരുടെ ഡിസാറ്റിസ്ഫാക്ഷൻ അവർ അറിയിക്കുന്നതായിട്ട് കാണാൻ പറ്റും. ഓക്കെ, അങ്ങനെ ഡിസാറ്റിസ്ഫാക്ഷൻ അവരൊരു നമ്മൾ രണ്ടുപേരും ഒരു മധ്യസ്ഥയിൽ എത്തിയിട്ട് എന്ത് ചെയ്യാണ്, രണ്ടുപേരും ഒരു ലാസ്റ്റ് എത്തുന്നത് 1 ഇയർ എന്ത് ചെയ്യാ ഒരു പീരീഡ് കൊടുക്കുക. 1 ഇയർ വെയിറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം ഇത് കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് അത് കംപ്ലീറ്റ് ഇൻഡിപെൻഡൻസ് ആവശ്യപ്പെടാൻ പറ്റുന്ന രീതിയിലാണ് എന്ത് ചെയ്യുന്നത് അവർ മുന്നോട്ട് വെക്കുന്ന ഒരു ഐഡിയ ലാസ്റ്റ്. ഓക്കെ, അപ്പൊ ഒരു ഗവൺമെന്റ് എന്ത് ചെയ്യാണ് ഒരു 1 ഇയർ അൾട്ടിമേറ്റ് കൊടുക്കുന്നുണ്ട്. അപ്പം അതിനുള്ളിൽ അവർ കോൺസ്റ്റിറ്റ്യൂഷൻ ഡൊമിനിയൻ സ്റ്റാറ്റസ് അക്സെപ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ കംപ്ലീറ്റ് ഇൻഡിപെൻഡൻസ് ആവശ്യപ്പെടുന്ന രീതിയിലാണ്. അങ്ങനെ 1 ഇയർ വെയിറ്റ് ചെയ്യുന്നു, പക്ഷെ എന്ത് ചെയ്യുന്നില്ല, നമുക്ക് അവർ അംഗീകരിക്കാതിരിക്കുകയാണ്. അങ്ങനെയാണ് നമ്മൾ കംപ്ലീറ്റ് ഇൻഡിപെൻഡൻസ് തുടങ്ങാൻ വേണ്ടി ഒരു മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതാണ് സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ്. ഓക്കെ, അല്ലെങ്കിൽ സോൾട്ട് സത്യാഗ്രഹം എന്നുള്ള രീതിയിലാണ്. അപ്പോൾ സോൾട്ട് സത്യാഗ്രഹം സോൾട്ട് ആണ് എന്ത് വലിയൊരു ഇഷ്യൂ ആക്കി എടുക്കുന്നത്. അതിന് കാരണമുണ്ട്, എല്ലാ സാധാരണക്കാരെയും എല്ലാ പണക്കാരുകളെയും ബാധിക്കുന്ന ഒരു ഇഷ്യൂ ആയതുകൊണ്ട് തന്നെ കൂടുതൽ മാസ് സപ്പോർട്ട് കിട്ടുന്ന രീതിയിലാണ് ഗാന്ധി അത്തരം ഒരു ഐഡിയ എടുക്കുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ ഒരു ഇവല്യൂഷൻ എങ്ങനെയൊക്കെ കാര്യങ്ങൾ നടക്കുന്നത് എന്നുള്ള ഒരു കോഴ്സ് ഓഫ് ആക്ഷൻ പറയുകയാണെങ്കിൽ ദണ്ഡി മാർച്ചിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. മാർച്ച് 12 ടു മാർച്ച് ഏപ്രിൽ 6 വരെ അദ്ദേഹം ദണ്ഡി മാർച്ച് സത്യാഗ്രഹം ആരംഭിക്കുന്നത്. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, അതാണ് ഫസ്റ്റ് ഫേസ് ആയിട്ട് വരുന്നത്. ദണ്ഡി മാർച്ച് ശബർമതി ആശ്രമത്തിൽ നിന്ന് തുടങ്ങി എന്ത് ചെയ്യുന്നുണ്ട്, ദണ്ഡി വില്ലേജ് വരെ അദ്ദേഹം എത്തുന്നുണ്ട് ഗാന്ധി. അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, സാൾട്ട് കളക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാണ് ഈ ഒരു നിയമം ലംഘിക്കുന്നതായിട്ട് കാണാൻ പറ്റും. ഓക്കെ, അതാണ് അതിൽ അറിഞ്ഞിരിക്കേണ്ടത്. ഇതിന്റെ പ്രധാനപ്പെട്ട ഡിഫറെന്റ് പ്ലേസസ് സത്യാഗ്രഹസ് ലീഡ് ചെയ്യുന്ന ആളുകൾ തമിഴ്നാടുവിലാണെങ്കിൽ സി രാജഗോപാലാചാരി ഉണ്ട്, മലബാറിലാണ് കേളപ്പൻ ലീഡ് ചെയ്യുന്നുണ്ട്. അദ്ദേഹം വൈക്കം സത്യാഗ്രഹന്റെ പേരിലൊക്കെ അറിയപ്പെട്ട ആളായിരുന്നു. അതുപോലെ തന്നെ ഒറീസയിലാണ് ഗോപാൽ ബന്ധു ചൗധരി ഉണ്ട്. ബീഹാറിലാണെങ്കിൽ നോം ചൗക്കിദാർ മൂവ്മെന്റ് ഒക്കെ നടക്കുന്നുണ്ട്. ഓക്കെ, പെഷ്വാറിലാണ് ബാദുഷാ ഖാൻ ലീഡ് ചെയ്യുന്നുണ്ട്. ദർശനയിൽ സരോജിനി നായിഡു അറിഞ്ഞിരിക്കുക. അപ്പൊ തന്നെ മണിപ്പൂരിലാണ് ഈ റാണി ഗേഡൻലിയാണ് അദ്ദേഹത്തിന് അവരുടെ 13ാമത്തെ വയസ്സിലാണ് അവർ ഇതിലേക്ക് വരുന്നത്. ആ സമയത്ത് ഗേഡൻലിനെ അറസ്റ്റ് ചെയ്യുന്നുണ്ട്. ഒരു ഹെരേക്ക കൾട്ടിൽ ഉണ്ടായിരുന്ന ആളാണെന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, ഇത് പിന്നീട് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്താണ് അവരെ സ്വതന്ത്രമാക്കുന്നത്. അവരെ അറസ്റ്റ് ജയിലിലായിരുന്നു. നമ്മുടെ നെഹ്റു ആണ് ഇതിന്റെ റാണി എന്നുള്ളത് കൊടുക്കുന്നത്, ക്യൂ എന്നുള്ള രീതിയിൽ കൊടുക്കുന്നത്. ഓക്കെ, അങ്ങനെയാണ് റാണി ഗേഡൻലി എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. പിന്നെ പാർട്ടിസിപ്പേഷൻ എന്ന് പറയുമ്പോൾ മുസ്ലിം പാർട്ടിസിപ്പേഷൻ കുറച്ച് കുറവായിരുന്നു. കാരണം 900 കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ മുസ്ലിം പാർട്ടിസിപ്പേഷൻ കുറവായിരുന്നു. അതുപോലെ തന്നെ വിമൺ സ്റ്റുഡൻസിന്റെ പാർട്ടിസിപ്പേഷൻ വളരെ കൂടുതലായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ട്രൈബൽസും വർക്കേഴ്സും പെസൻസും എല്ലാവരും ഇതിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് സോൾട്ട് സത്യാഗ്രഹം. അങ്ങനെ 930 സമയത്തൊക്കെ ഗാന്ധി അറസ്റ്റ് ആവുന്നുണ്ട്. അങ്ങനെ ജവഹർലാൽ നെഹ്റു മോത്തിലാൽ നെഹ്റു ഒക്കെ എപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, ഗാന്ധിയായിട്ട് എപ്പോഴും ടച്ച് നിലനിർത്തിക്കൊണ്ടിരുന്നതായിട്ട് കാണാൻ പറ്റും. എപ്പോഴും മീറ്റ് ചെയ്യുന്നുണ്ട് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി. അങ്ങനെയാണ് ഗാന്ധി ഇർവിൻ പാക്റ്റിലേക്ക് എത്തുന്നത്. ഓക്കെ, ഗാന്ധി ഇർവിൻ പാക്ട് അല്ലെങ്കിൽ ഡൽഹി പാക്ട് എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പൊ നമുക്കറിയാം ഓൾറെഡി എന്ത് ചെയ്യുന്നുണ്ട്, ഫസ്റ്റ് റൗണ്ട് ടേബിൾ കോൺഫറൻസ് നടന്നു. അതിൽ മുസ്ലിം എന്ത് ചെയ്യുന്നില്ല, കോൺഗ്രസ് പങ്കെടുക്കുന്നില്ല. അപ്പൊ കോൺഗ്രസിന് എന്ത് ചെയ്യാൻ ഇതിലേക്ക് പങ്കെടുപ്പിക്കാൻ വേണ്ടിയൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, ഗാന്ധി ഇർവിൻ പാക്ട് വരുന്നത്. അപ്പൊ അതിൽ അറിഞ്ഞിരിക്കേണ്ടത് ഗാന്ധിയും അതുപോലെ തന്നെ ബ്രിട്ടീഷ് വൈസ്രോയി ആയിട്ടുള്ള ലോർഡ് ഇർവിനും കൂടി 931 സൈൻ ചെയ്താന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പം ഈ പാക്റ്റിൽ എന്ത് ചെയ്യുന്നുണ്ട്, പല കാര്യങ്ങളും അംഗീകരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സെക്കൻഡ് റൗണ്ട് ടേബിൾ കോൺഫറൻസിന് മുന്നെയാണ് നടക്കുന്നത്. ലണ്ടനിൽ ഫസ്റ്റ് റൗണ്ട് ടേബിൾ കോൺഫറൻസ് ഓൾറെഡി കഴിഞ്ഞു. നമുക്ക് റൗണ്ട് ടേബിൾ കോൺഫറൻസ് നോക്കാം. പക്ഷെ അതിൽ ആരും പങ്കെടുക്കുന്നില്ല കോൺഗ്രസിനെ പ്രതിനിധീകരിച്ചുകൊണ്ട്. സെക്കൻഡ് റൗണ്ട് ടേബിൾ കോൺഫറൻസിന് മുന്നെയാണ് നടക്കുന്നത് അറിഞ്ഞിരിക്കാം. ഓക്കെ, ഇർവിൻ എന്ത് ചെയ്യുന്നുണ്ട്, പല ഡിമാൻഡുകളും മുന്നോട്ട് വെക്കുന്നുണ്ട് ഗാന്ധി. പക്ഷെ 2 കാര്യം ഡിക്ലൈൻ ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണ്? ഒന്ന്, പബ്ലിക് ഇൻക്വയറി ഇൻടു ദ പോലീസ് എക്സസസ്. അതുപോലെ തന്നെ കമ്മ്യൂട്ടേഷൻ ചെയ്യുക. അത് ഭഗത് സിംഗിന്റെ ഒക്കെ എന്ത് ചെയ്യുക, അദ്ദേഹത്തിന്റെ മറ്റുള്ള കുട്ടികളുടെ ഒക്കെ എന്ത് ചെയ്യുക, ലൈഫ് സെന്റൻസ് എന്നുള്ളത് ഡെത്ത് സെന്റൻസ് ലൈഫ് സെന്റൻസ് ആക്കി കമ്മ്യൂട്ട് ചെയ്യാൻ 2 ആവശ്യം എന്ത് ചെയ്യുന്നില്ല, അംഗീകരിക്കുന്നില്ല എന്ന് അറിഞ്ഞിരിക്കാം. ഓക്കെ, അംഗീകരിക്കാതെ തന്നെയാണ് ആക്ട് വരുന്നത്. അപ്പൊ അതിന് കുറെ ക്രിറ്റിക്സ് ഒക്കെ അതിന്റെ പേരിൽ ഉണ്ടാവുന്നുണ്ട്. പിന്നീട് ഗാന്ധി അഗ്രി ചെയ്ത് എന്താണ്, തൽക്കാലമായിട്ട് സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിക്കുകയാണ്. അതുപോലെ തന്നെ എന്ത് ചെയ്യാണ്, സെക്കൻഡ് റൗണ്ട് ടേബിൾ അല്ലെങ്കിൽ നെക്സ്റ്റ് റൗണ്ട് ടേബിൾ കോൺഫറൻസ് എന്ത് ചെയ്യാണ്, INC എന്ത് ചെയ്യുക, പങ്കെടുക്കുക എന്നുള്ള രീതിയിലാണ്
അങ്ങനെയാണ് ഗാന്ധി ഇർവിൻ പാക്ട് വരുന്നത്. അങ്ങനെയാണ് അടുത്ത റൗണ്ട് ടേബിൾ കോൺഫറൻസിലേക്ക് ആര് പങ്കെടുക്കാൻ പോകുന്നത്? ഗാന്ധി കോൺഗ്രസിനെ പ്രതിനിധിച്ചുകൊണ്ട് പങ്കെടുക്കാൻ പോകുന്നത്. ഓക്കെ, പിന്നെ ജസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, നോൺ കോപ്പറേഷൻ മൂവ്മെന്റും അതുപോലെ തന്നെ സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ് ഒന്ന് കമ്പയർ ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കാര്യങ്ങൾ ഒന്നുകൂടി വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഒന്നാമതായിട്ട് എന്ന് പറയുന്നത് എന്താണ്, ഇതിന്റെ നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു സ്വരാജ് എന്ന് പറയുന്നുണ്ടെങ്കിൽ കൂടി വേഗിലി കറക്റ്റ് ഡെഫിനിഷനിലായിരുന്നു. ഇവിടെ കംപ്ലീറ്റ് ഇൻഡിപെൻഡൻസ് എന്നുള്ള വ്യക്തമായ നമുക്കൊരു ലക്ഷ്യം ഉണ്ട് എന്നുള്ളതാണ്. മെത്തേഡ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, ഫോറിൻ റൂളിന് നോ കോപ്പറേഷൻ ആയിരുന്നെങ്കിൽ ഇവിടെ വയലേഷൻ ഓഫ് ലോ ആണ് വരുന്നത്. ഓക്കെ, സിവിൽ ഡിസൊബീഡിയൻസ് ആണ്. മുസ്ലിം പാർട്ടിസിപ്പേഷൻ വളരെ കൂടുതലായിരുന്നു, അതുപോലെ ലെസ് പാർട്ടിസിപ്പേഷൻ ഉണ്ടായിരുന്നുള്ളൂ. കവറേജ് എന്ന് പറയുമ്പോൾ എന്ത് സെർട്ടൻ പാർട്സ് ഓഫ് ഇന്ത്യയിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് വൈഡ് സ്പ്രെഡ് ജോഗ്രഫിക്കൽ കവറേജ് കിട്ടുന്നുണ്ട്. ഓക്കെ, റീസൺ എന്ന് പറയുമ്പോൾ ചൗരിയോട് കൂടിയാണ് ഇത് അവസാനിക്കുന്നത്. ഇതാണ് ഗാന്ധി ഇർവിൻ പാക്ടോട് കൂടിയാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ് അവസാനിക്കുന്നത്. ഒന്ന് കമ്പയർ ചെയ്തുകൊണ്ട് മനസ്സിലാക്കി വെക്കുക, അങ്ങനെ ഓർത്തിരിക്കാൻ പറ്റും. മറ്റൊരു സെഷൻ ഉണ്ടായിരുന്ന കറാച്ചി സെഷനാണ്. ഈ സമയത്ത് 1931 പ്രസിഡന്റ് വല്ലഭായ് പട്ടേലാണ് വരുന്നത്. അതിലാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ബന്ധപ്പെട്ട റെസൊല്യൂഷനും നാഷണൽ എക്കണോമിക് പ്രോഗ്രാം റെസൊല്യൂഷനൊക്കെ എന്ത് ചെയ്യുന്നത്, അതിന്റെ ഭാഗമായിട്ട് വരുന്നത് ഈ ഒരു ഇതിലാണെന്ന് അറിഞ്ഞിരിക്കാം. ഓക്കെ, പിന്നെ ഇതിലാണ് എന്ത് ചെയ്യുന്നത്, പൂർണ്ണ സ്വരാജ് എന്നുള്ള ഐഡിയ വീണ്ടും വരുന്നുണ്ട്. ഗാന്ധി ഇർവിൻ പാക്ട് ഒക്കെ എൻഡോസ് ചെയ്യുന്നതിലാണ്. അതുപോലെ തന്നെ സെക്കൻഡ് റൗണ്ടബിൾ കോൺഫറൻസ് എന്ത് ചെയ്യാണ്, ഗാന്ധി INC പ്രതിനിധിച്ചുകൊണ്ട് ഗാന്ധി പങ്കെടുക്കാൻ വേണ്ടി ഗാന്ധിനെ നോമിനേറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് നമ്മൾ സെക്കൻഡ് റൗണ്ട് ടേബിൾ കോൺഫറൻസിലേക്ക് പോകുന്നത്. ഓക്കെ, കറാച്ചി സെഷൻ ഇമ്പോർട്ടന്റ് ആണ്, അറിഞ്ഞിരിക്കുക. കറാച്ചി സെഷൻ, അതുപോലെ 1929 ലാഹോർ, 1928 കൽക്കത്ത സെഷൻ, ഈ 3 സെഷനും വെരി ഇമ്പോർട്ടന്റ് ആണ് റീസൺ ആയിട്ട് വരുന്നതിൽ. പിന്നെ നമുക്ക് ഇനി നോക്കാനുള്ളത് എന്താണ് റൗണ്ട് ടേബിൾ കോൺഫറൻസ്, ആരൊക്കെ പങ്കെടുക്കുന്നു, ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നോക്കാനുള്ളത്. ഓക്കെ, ഞാൻ ഇതൊരു പ്രാവശ്യം റെക്കോർഡ് ചെയ്തിരുന്നു, പക്ഷെ റെക്കോർഡ് ആയില്ല, അതിനോടാണ് ഇതിൽ ഹൈലൈറ്റ് വന്നത്. അപ്പം റൗണ്ട് ടേബിൾ കോൺഫറൻസ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് റൗണ്ട് ടേബിൾ കോൺഫറൻസ് എന്ന് പറയുന്നതാണ് ലണ്ടനിലാണ് നടക്കുന്നത്. 1930 ജനുവരി 31. അപ്പൊ 30 to 31 നമുക്ക് ഇയർ ഓർത്തിരിക്കാം, അതാണ് ഏറ്റവും നല്ലത്. 30 to 31, അത് ലാസ്റ്റും 31 ഫസ്റ്റും വരുന്നതുകൊണ്ടാണ്. അതിൽ എന്ത് ചെയ്യുന്നില്ല, INC പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല എന്ന് അറിഞ്ഞിരിക്കാം. പക്ഷെ മുസ്ലിം ലീഗ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്, പ്രിൻസിലി സ്റ്റേറ്റ്സ് കുറച്ച് പേര് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്, ഡിപ്രസ് ക്ലാസിനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് BR അംബേദ്കർ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്, വിമൺ പാർട്ടിസിപ്പേഷൻ ഉണ്ടാവുന്നുണ്ട്, ബീഗം ജഹാനാരൊക്കെ. അപ്പൊ തന്നെ ലോർഡ് ഇർവിൻ ആയിരുന്നു ആ സമയത്ത് വൈസ്രോയ്, ലോർഡ് ഇർവിൻ ആണ്. വലിയ ഔട്ട്കം ഒന്നും ഉണ്ടാവില്ല, INC ഒന്നും ഇല്ലാത്തതുകൊണ്ട്. സെക്കൻഡ് റൗണ്ട് ടേബിൾ കോൺഫറൻസ് എന്ന് പറയുമ്പോൾ എന്താണ്, 1931 മുതൽ സെപ്റ്റംബർ മുതൽ ഡിസംബർ വരെയാണ്. അത് ഗാന്ധി ഇർവിൻ പാക്ടിന് ശേഷമാണ് ഇത് ഉണ്ടാവുന്നത്. ഗാന്ധി വരുന്നുണ്ട്, INC റെപ്രസെന്റ് ചെയ്തുകൊണ്ട് ഗാന്ധി മാത്രം വരുന്നുണ്ട്. മദൻ മോഹൻ മാളവ്യ വരുന്നുണ്ട്, മുസ്ലിം ലീഗിനെ റെപ്രസെന്റ് ചെയ്ത് ആഗാ ഖാൻ വരുന്നുണ്ട്, ഡിപ്രസ് ക്ലാസിന് വേണ്ടി ഡോക്ടർ BR അംബേദ്കർ വരുന്നുണ്ട്, സരോജിനി നായിഡു ആണ് വിമനെ റെപ്രസെന്റ് ചെയ്ത് വരുന്നത്. ഈ സമയത്ത് വൈസ്രോയ് ലോർഡ് വില്ലിംഗ്ടൺ ആണ്. നേരത്തെ ഞാൻ പറഞ്ഞ ലോർഡ് ഇർവിൻ ആണ്. ഓക്കെ, വൈസ്രോയ് എങ്കിൽ സെക്കൻഡ് റൗണ്ട് ടേബിൾ കോൺഫറൻസ് ഇർവിൻ ആണ് പാക്ട് ഉണ്ടാക്കുന്നത്. പക്ഷെ ഈ സമയത്ത് വൈസ്രോയ് പാക്ട് ഉണ്ടാക്കുന്നത് ഇർവിന്റെ സമയത്താണെങ്കിലും റൗണ്ട് ടേബിൾ കോൺഫറൻസ് നടക്കുമ്പോൾ ഇർവിൻ അല്ല എന്ന് അറിഞ്ഞിരിക്കാം. ഓക്കെ, ഈ സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, കമ്മ്യൂണൽ അവാർഡ് കൊടുക്കുന്നുണ്ട് കൂടുതൽ ആളുകൾക്ക്. ഓക്കെ, അതാണ് ഇതിന്റെ ഒരു റിസൾട്ട് ആയിട്ട് പറയാൻ പറ്റുന്നത്. പിന്നെ ഗവൺമെന്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഇന്ത്യൻ ഡിമാൻഡ്സ് ഒക്കെ റെഫ്യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ടോക്സ് ഫെയിൽ ആവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് അതിൽ അറിഞ്ഞിരിക്കേണ്ടത്. ഇനി അടുത്തതാണ് തേർഡ് IRTC. അങ്ങനെ ഗാന്ധി എന്ത് ചെയ്യാണ്, പ്രതീക്ഷിച്ചതൊന്നും പോയി ഒന്നും പ്രതീക്ഷിച്ചൊന്നും കിട്ടാതെ തിരിച്ചു വരികയാണ് ചെയ്യുന്നത്. പിന്നെ വീണ്ടും ഗാന്ധി എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ വന്നിട്ട് വീണ്ടും CDM റീസ്റ്റാർട്ട് ഒക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ സമയത്താണ് തേർഡ് റൗണ്ട് ടേബിൾ കോൺഫറൻസ് നടക്കുന്നത്. 1932 തന്നെയാണ്, December 2. പിന്നെ എന്ത് ചെയ്യുന്നില്ല, INC പങ്കെടുക്കുന്നില്ല, INC ഗാന്ധി പങ്കെടുക്കുന്നില്ല എന്ന് അറിഞ്ഞിരിക്കുക. ഈ സമയത്ത് ലേബർ പാർട്ടി എന്ത് ചെയ്യുന്നു, അവിടെ നിന്ന് അവരും ബ്രിട്ടനിൽ എന്ത് ചെയ്തതിൽ പങ്കെടുക്കാതാവുകയാണ്. ഓക്കെ, 46 ഡെലിഗേറ്റ് ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ വലിയ എന്ത് ചെയ്യുന്നില്ല, അച്ചീവ്മെന്റ്സ് ഒന്നും ഇതിൽ ഉണ്ടാവുന്നില്ല. ജസ്റ്റ് ആ 3 റൗണ്ട് ടേബിൾ കോൺഫറൻസും അതിന്റെ വർഷവും ഏതൊക്കെ INC പങ്കെടുത്തു എന്നുള്ളതൊന്നും ജസ്റ്റ് മനസ്സിലാക്കി വെക്കാം, അതാണ് അതിൽ അറിഞ്ഞിരിക്കേണ്ടത്. ഓക്കെ, പിന്നെ ഗാന്ധി തിരിച്ചു വന്ന് എന്ത് ചെയ്യാണ്, വീണ്ടും CDM റെസ്യൂം ചെയ്യുന്നുണ്ട്. പക്ഷെ അതിന് ഭയങ്കരമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, സപ്രസ് ചെയ്യുന്നത് കാണാൻ പറ്റും ഓർഡിനൻസിലൂടെ ഒക്കെ. ഫോർ എക്സാമ്പിൾ സിവിൽ മാർഷൽ ലോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓർഗനൈസേഷൻ കോൺഗ്രസിനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ബാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ അത്തരത്തിൽ എല്ലാ രീതിയിലും എന്ത് ചെയ്യുന്നുണ്ട്, ബ്രിട്ടീഷുകാരെ അത് അടിച്ചമർത്തുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, പിന്നെ 1934 എന്ത് ചെയ്തു, ഗാന്ധിജി വിഡ്രോ ചെയ്തു, സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ് വിഡ്രോ ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, കാരണം ഒരു ടെമ്പോ വീണ്ടും ക്രിയേറ്റ് ചെയ്യാൻ ഗാന്ധിക്ക് പറ്റുന്നില്ല. ഈ സമയത്ത് അറിഞ്ഞ രണ്ട് കാര്യം കൂടി അറിഞ്ഞിരിക്കേണ്ടത് കമ്മ്യൂണൽ അവാർഡും പൂന പാക്റ്റും ആണ്. നമുക്കറിയാം സെക്കൻഡ് റൗണ്ട് ടേബിൾ കോൺഫറൻസിലൊക്കെ പോയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അവിടുന്ന് ഒരു കമ്മ്യൂണൽ അവാർഡ് കൊടുക്കാൻ വേണ്ടി തീരുമാനിക്കുന്നുണ്ട്, അഥവാ സെപ്പറേറ്റ് ഇലക്ടറേറ്റ്. സെപ്പറേറ്റ് ഇലക്ടറേറ്റ് ഓൾറെഡി ആർക്കുണ്ട്, മിന്റോ മോർലി റിഫോംസിന് മുസ്ലിംസിന് കൊടുക്കുന്നുണ്ട്. 1932 എന്ത് ചെയ്യാണ്, ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള റാംസെ മെക്ഡൊണാൾഡ് എന്ത് ചെയ്യാണ്, ഒരു സെപ്പറേറ്റ് ഇലക്ടറേറ്റ് ഡിപ്രസ്ഡ് ക്ലാസ്സിനും കൂടി പ്രഖ്യാപിക്കുകയാണ്. ഡിപ്രസ്ഡ് ക്ലാസ്സും ഉണ്ട്, മുസ്ലിംസ്, യൂറോപ്യൻ, സിഖ്, ആംഗ്ലോ ഇന്ത്യൻസ്, അങ്ങനെ എല്ലാവർക്കും കൂടി എന്ത് ചെയ്യാണ് സെപ്പറേറ്റ് ഇലക്ടറേറ്റ് എന്ന് പറയുമ്പോൾ മുസ്ലിംസിനെ തെരഞ്ഞെടുക്കാം.
അല്ലെങ്കിൽ ഡിപ്രസ്ഡ് ക്ലാസ്സിനെ തിരഞ്ഞെടുക്കാം, ആ രീതിയിലുള്ള. അതെന്ത് ചെയ്യുന്നുണ്ട്, കോൺഗ്രസ് റിജക്ട് ചെയ്യുന്നില്ല, അക്സെപ്റ്റ് ചെയ്യുന്നില്ല. പക്ഷെ ഗാന്ധി എന്ത് ചെയ്യുന്നില്ല, അത് ഒപ്പോസ് ചെയ്യാണ് ചെയ്യുന്നത്, ഈ ഒരു കമ്മ്യൂണൽ അവാർഡ്. അങ്ങനെയാണ് ഗാന്ധി എന്ത് ചെയ്യുന്നത്, അദ്ദേഹം നിരാഹാരത്തിലേക്ക് പോവാണ്. അദ്ദേഹം മരണം വരെ നിരാഹാരം ഇരിക്കാണ് ഇത് കൊടുത്തു കഴിഞ്ഞാൽ. അങ്ങനെ ആ ഒരു ഡിപ്രസ് ക്ലാസ്സിനുള്ള സെപ്പറേറ്റ് ഇലക്ടറേറ്റ് ഒഴിവാക്കാൻ വേണ്ടി, കാരണം അദ്ദേഹത്തിന് വ്യക്തമായ കാരണം ഉണ്ടായിരുന്നു അതിന് പറയാൻ. കാരണം ഈ സെപ്പറേറ്റ് ഇലക്ടറേറ്റ് അവർക്ക് കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് എന്താണ്, അവർക്കിടയിൽ അവരെന്നെ തെരഞ്ഞെടുക്കുമ്പോൾ അവർ ശരിക്കും ആ ഡിപ്രസ് ക്ലാസ് ആയിട്ട് എപ്പോഴും നിലനിൽക്കുന്നുള്ളത് വ്യക്തമായ കാരണം ഉള്ളതുകൊണ്ടാണ് ഗാന്ധി അത് എതിർക്കുന്നത്. ഓക്കെ, അങ്ങനെ പൂന പാക്ട് എന്ന് പറയുമ്പോൾ അംബേദ്കറും അതുപോലെ തന്നെ എന്താണ് ഡിപ്രസ് ക്ലാസ്സിന് വേണ്ടി അംബേദ്കറും മദൻ മോഹൻ മാളവ്യ ഗാന്ധിക്ക് വേണ്ടി സൈൻ ചെയ്യുന്നതെന്ന് അറിഞ്ഞിരിക്കുക. അതിൽ സെപ്പറേറ്റ് ഇലക്ടറേറ്റ് ഫോർ ഡിപ്രസ് ക്ലാസ് എന്ത് ചെയ്യുന്നുണ്ട്, അത് ക്യാൻസൽ ചെയ്യുന്നുണ്ട്, അബാൻഡൻ ചെയ്യുന്നുണ്ട്. അതിന് പകരം റിസർവേഷൻ കൂട്ടുന്നുണ്ട്. 71 റിസർവേഷനെ 147, ഡബിളിനേക്കാളും കൂടുതലാക്കി എന്ത് ചെയ്യുന്നുണ്ട്, റിസർവേഷൻ കൊടുക്കുന്നുണ്ട് എന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, ഈ കമ്മ്യൂണൽ അവാർഡ് എന്നുള്ള ഐഡിയ കൊണ്ടുവന്നത് ഈ ലോത്തിയൻ കമ്മിറ്റിന്റെ ഒക്കെ റെക്കമെൻഡേഷൻ പ്രകാരമൊക്കെ ആയിരുന്നു കേട്ടോ, അറിഞ്ഞിരിക്കുക. കാരണം അവരുടെ ഡിവൈഡ് ആൻഡ് റൂൾ പോളിസി വെച്ചത്തിൽ ഈ ഇതൊക്കെ, അപ്പൊ അത് ഗാന്ധി പരിധി വരെ തടുക്കാൻ വേണ്ടി ഗാന്ധിയുടെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പൂന പാക്ട് ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ ലക്നോ പാക്ട് 1916, പൂന പാക്ട് 1932, 16 വർഷത്തിന് ശേഷം. ആ രണ്ട് പാക്ടും നന്നായിട്ട് അറിഞ്ഞിരിക്കാം. ഇതിന് ശേഷം ഗാന്ധി എന്ത് ചെയ്യുന്നുണ്ട്, കൂടുതലായിട്ട് അവരുടെ ക്യാമ്പയിൻ എന്ന് പറയുമ്പോൾ എന്താണ്, അൺടച്ചബിലിറ്റി ഇല്ലാതാക്കാൻ, അതുപോലെ തന്നെ ബാക്ക്വേർഡ് ക്ലാസിന്റെ അപ്ഗ്രേഡ്, അവരെ എന്ത് ചെയ്യാണ്, അവർ ഉന്നമനത്തിന് വേണ്ടിയുള്ള കാര്യങ്ങളാണ് ഗാന്ധി മുന്നോട്ട് ഇറങ്ങുന്നത്. അങ്ങനെ 1932 ഗാന്ധി ഓൾ ഇന്ത്യ അൺടച്ചബിലിറ്റി ലീഗ് സ്ഥാപിക്കുന്നത്, അല്ലെങ്കിൽ ഹരിജൻ സേവക് സംഘം എന്ന് പറയും, അതൊക്കെ ഗാന്ധി സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഹരിജൻ എന്നുള്ള വീക്കിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഗാന്ധിജി സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. ഇതാണ് ഈ ഒരു മൊഡ്യൂളിൽ നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് പറഞ്ഞത് CDM, സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ് അല്ലെങ്കിൽ സോൾട്ട് സത്യാഗ്രഹ ബന്ധപ്പെട്ട കാര്യങ്ങളും അതുമായി ഡീറ്റെയിൽ ആയിട്ട് ബന്ധപ്പെട്ട അതിന് മുമ്പും ശേഷവും ഉണ്ടായ 1930s-ലും 1920s-ലും ഉണ്ടായ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്ത്. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് ആണ്. അതോടുകൂടി നമ്മൾ എന്ത് ചെയ്യും, ക്ലാസ് അവിടെ അവസാനിക്കും. ഓക്കെ, ഹിസ്റ്ററി, മോഡേൺ ഹിസ്റ്ററി ക്ലാസ് അവസാനിക്കും. പിന്നെ അത് ബേസ് ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ മെറ്റീരിയൽ നന്നായിട്ട് വായിക്കുക, നന്നായിട്ട് പഠിക്കുക. അതുപോലെ തന്നെ എന്ത് ചെയ്യുക, SCERT or NCERT എടുത്തുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. ഓക്കെ, അപ്പൊ അത്രയാണ് നമുക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വളരെ കുറഞ്ഞ ഫീസ് നമ്മുടെ PCM ക്ലാസ് നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ മെന്ററിംഗ്, ഇൻഡിവിജ്വൽ മെന്ററിംഗ് പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ നമ്പറുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. ഓക്കെ, അപ്പം അതുവരേക്കും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് ഉടൻ കാണാം. ബൈ.